വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ കേസിൽ 5 KSU പ്രവർത്തകർ റിമാൻഡിൽ. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പേർക്കെതിരെ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. അതേസമയം ചികിത്സയിൽ കഴിയുന്ന മന്ത്രി വീണ ജോർജിനെ ഇന്ന് വിദഗ്ധ പരിശോധന നടത്തും. പരിയാരം മെഡിക്കൽ കോളേജിലാണ് പരിശോധന. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, വീണ ജോർജിനെതിരെയുള്ള പ്രതിഷേധത്തിനിടെയുണ്ടായ മന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിലാണ് 5 KSU പ്രവർത്തകരാണ് ഇപ്പോൾ റിമാൻഡിലുള്ളത്. അതുപോലെ തന്നെ മന്ത്രിക്ക് ഇന്ന് വിദഗ്ധ പരിശോധന നടത്തും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അതുൽ അടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ ഇന്ന് പുലർച്ചയോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്, സബ് ജയിലിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഏതായാലും ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 9 വകുപ്പുകൾ BNS പ്രകാരവും റെയിൽവേയുടെ നിയമപ്രകാരം 2 വകുപ്പുകൾ കൂടി ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് FIRൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നിലവിൽ ഈ പോലീസാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തതെങ്കിലും പിന്നീട് റെയിൽവേ പോലീസിന് കൈമാറിയിട്ടുണ്ട്. കാരണം ഈ സംഭവം നടന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇത് റെയിൽവേ പോലീസിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ പിന്നീട് റെയിൽവേ പോലീസിന് ഈ 5 പേരെയും കൈമാറുകയായിരുന്നു. റെയിൽവേ പോലീസാണ് പിന്നീട് ഇവരെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികളിലേക്ക് പോയത്. ഏതായാലും മന്ത്രി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ കണ്ടതുപോലെ തന്നെ കൈക്കും അതുപോലെ തന്നെ കഴുത്തിന് പുറകിലുമാണ് മന്ത്രിക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഇന്ന് കൂടുതൽ വിദഗ്ധ പരിശോധന നടത്താനായി ഇന്നലെ തന്നെ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ കൂടുതൽ പരിശോധനകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ മറ്റ് MRI അടക്കമുള്ള പരിശോധനകൾ നടത്തി അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും, ഗുരുതരമായ മറ്റ് പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും കൂടുതൽ പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും മന്ത്രിയുടെ ഡിസ്ചാർജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ അത്തരം പരിശോധനകൾ നടക്കും. അതിനുശേഷം ഡിസ്ചാർജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. ഏതായാലും ഇന്നലെ നടന്ന സംഭവത്തിന് ശേഷം വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് CPIMന്റെ ഭാഗത്ത് നിന്ന് വ്യാപകമായി, സംസ്ഥാന വ്യാപകമായി പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി അടക്കം നേരിട്ട് ആശുപത്രിയിലേക്ക് എത്തുന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഹീനമായ രാഷ്ട്രീയം എന്ന കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി അടക്കം ഇതിനെ വിമർശിച്ചത്. ഇത്തരത്തിൽ വലിയ വിമർശനം ഈ KSUവിൻ്റെ സമരത്തിനെതിരെ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ മന്ത്രിക്ക് നേരെ ഉണ്ടായ അതിക്രമം അത് ശരിയായ രാഷ്ട്രീയമല്ല എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി കണ്ണൂർ DCC ഓഫീസിലേക്ക് DYFIയുടെ പ്രകടനം എത്തുകയും അവിടെ ഈ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പരസ്പരം DYFI പ്രവർത്തകരുമായി പോർവിളി നടത്തുന്നതുമൊക്കെ ഇന്നലെ കണ്ടതാണ്. പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളും അടക്കം, ഈ പുതിയുഗ യാത്രയുടെ ഫ്ലെക്സ് ബോർഡുകളടക്കം കീറി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ കണ്ണൂർ ജില്ലയിലെ കോടിയേരിയിൽ കോൺഗ്രസിൻ്റെ ഓഫീസ് തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അതിനെതിരെ ഇന്ന് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും സംഘർഷത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധം തുടരാൻ തന്നെയാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത് ഇപ്പോഴും ഈ ആരോഗ്യമന്ത്രിയുടേത് നാടകം എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ KSU പ്രവർത്തകർ ഒരു തരത്തിലും മന്ത്രിക്ക് അരികിലേക്ക് എത്തിയില്ല. മന്ത്രി പോലീസിൻ്റെ വലയത്തിനാണ് ഉള്ളിലാണ് നിന്നിരുന്നത്. മന്ത്രിക്ക് അരികിലേക്ക് ഈ KSU പ്രവർത്തകർ എത്തിയില്ല. മന്ത്രി നാടകം കളിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണമാണ് KSUവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അന്വേഷണം നടത്തുമെന്നൊക്കെ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു KSU പ്രവർത്തകർ മന്ത്രിയുടെ അരികിലേക്ക് എത്തിയിട്ടില്ല, ഈ ദൃശ്യങ്ങളിൽ എവിടെയും അത് കാണുന്നില്ല എന്നുള്ള വാദമാണ് അവർ ഉയർത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്നും അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു CPIMനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ കിട്ടിയ ഒരു
കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ, പ്രതിപക്ഷത്തിനെതിരെ ഇത് ശക്തമായ ഒരു ആയുധമാക്കാനുള്ള നീക്കം തന്നെയാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ 5 പേരെയും ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ വധശ്രമത്തിനുള്ള അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ FIR-ലടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നലെ യൂത്ത് ലീഗിന്റെ പ്രകടനവും ഈ പ്രതിഷേധവും ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിനിടെ മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ഫ്ലാഗ് പോസ്റ്റ് ഈ പ്രവർത്തകർ നശിപ്പിച്ചു എന്നുള്ളൊരു കേസ് കൂടിയുണ്ട്. അതിൽ 5 പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെയും ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഇന്ന് വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കും. അതുപോലെ തന്നെ കോൺഗ്രസും ഈ ഓഫീസുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും കണ്ണൂരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായ പ്രതിഷേധത്തിൽ മന്ത്രിക്ക് പരിക്കേറ്റ കേസിൽ 5 KSU പ്രവർത്തകരാണ് റിമാൻഡിലുള്ളത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്ന മന്ത്രിക്ക് ഇന്ന് വിദഗ്ധ പരിശോധന നടത്തും. പരിയാരം മെഡിക്കൽ കോളേജിലാണ് പരിശോധന നടക്കുക. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുന്നു. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയിലാണ് യാത്ര. ജില്ലയിലെ 6 മണ്ഡലങ്ങളിൽ യാത്ര പര്യടനം നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിനെതിരെയുണ്ടായ പ്രതിഷേധത്തിൽ, KSUവിന്റെ പ്രതിഷേധത്തിൽ മന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിൽ വ്യാപകമായ സംസ്ഥാനമൊട്ടാകെ ഒരു പ്രതിഷേധം ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പ്രതിഷേധത്തെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്രയിൽ അടക്കം കനത്ത സുരക്ഷയിൽ തന്നെയാണ് യാത്ര ഇന്ന് പര്യടനം നടത്തുന്നത്. ജില്ലയിലെ 6 മണ്ഡലങ്ങളിലാണ് ഇന്ന് യാത്ര പര്യടനം നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയിലാണ് യാത്ര. ജില്ലയിലെ 6 മണ്ഡലങ്ങളിൽ യാത്ര പര്യടനം നടത്തും.